ഓം ശാന്തി. പലപ്പോഴും പല ആളുകളുടെയും പരാതിയാണ് നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കാനായി സാധിക്കുന്നില്ല. നല്ലത് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എൻ്റെ മനസ്സ് ഒരു അലാം എന്ന പോലെ ഓരോ കാര്യത്തിൻ്റെയും നെഗറ്റീവായ സൈഡ് എനിക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സാണ്. എങ്ങനെ അതിനെ അതിജീവിക്കേണ്ടത്? എൻ്റെ വീട്ടിൽ ആരെങ്കിലും പുറത്തേക്ക് പോയാൽ, ഒരു ഉദാഹരണം, ഒരു അമ്മ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞതാണ്, എൻ്റെ വീട്ടിൽ ആരെങ്കിലും പുറത്തേക്ക് പോയാൽ, ബൈക്ക് എടുത്ത് പോയാൽ അവർ വരുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം ലോകം അങ്ങനെയല്ലേ. എനിക്ക് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും വേണ്ടാത്തത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. എനിക്കറിയാം ഇതൊക്കെ തെറ്റാണ്, എനിക്ക് മാറ്റണമെന്ന്, പക്ഷെ മാറ്റാൻ സാധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പോലും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ കയറി വരികയാണ്. എങ്ങനെ അതിജീവിക്കുക? ഉറക്കത്തിൽ സ്വപ്നത്തിൻ്റെ രൂപത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അതിജീവിക്കുക? ഇങ്ങനെ പല രീതികളായിക്കൊണ്ട് നിരന്തരമായിട്ട് എന്നോട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അതിനെ മാറ്റാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്യണം എന്ന്. ഇന്ന് ഈ വീഡിയോ അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കാന്ന് വെച്ചാൽ അർത്ഥം ഒരു യാത്രയുടെ ആദ്യത്തെ അടി നമ്മൾ വെക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണോ 1, 2, 3, 4 ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുന്നത്, ഇൻ ദ സെയിം വേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോട്ട് ഉണ്ടാവുക എന്ന് വെച്ചാൽ അർത്ഥം അതൊരു സ്റ്റെപ്പാണ്. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിലേക്ക്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിലേക്ക്. നമ്മൾ നടന്നെടുക്കുന്നതായിരിക്കുന്ന യാത്ര നടന്നെത്തുമ്പോൾ ഒരു കൊക്കയാണ്, അല്ലെങ്കിൽ ഒരു മരണക്കിണറാണ്, അല്ലെങ്കിൽ അവിടെ തീയാണ്, അഗ്നിയാണ്, അപകടമാണെന്ന് കണ്ടാൽ സ്വാഭാവികമായിക്കൊണ്ടും ഈ കാര്യം നമ്മൾ ഇവിടെ നിർത്തും. അങ്ങോട്ടേക്ക് ഒരു അടി വെക്കല്ലേ, അവിടെ അപകടമാണെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെയാണ് അത് അഗ്നി എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കത്തിക്കുന്നു, ഒരു കൊക്കയിലേക്ക് വീണാൽ എങ്ങനെ അത് മരണം വിളിച്ചു വരുത്തുന്നു, അപകടം വിളിച്ചു വരുത്തുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ എല്ലാ ശാന്തിയെയും കത്തിച്ചു കളയുന്ന അഗ്നി തന്നെയാണത്. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിത്തെറിപ്പിക്കുന്ന കൊക്ക തന്നെയാണ്, ആഴത്തിലുള്ള കുഴി തന്നെയാണത്, അല്ലെങ്കിൽ ഒരു കിടങ്ങാണ്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾ. ഇത്തരത്തിൽ അതിന് റിയാലിറ്റീനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള വേല നടക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്തേ പറ്റൂ. തിരിക്കാൻ സ്ഥലമില്ലെങ്കിൽ പോലും മുന്നോട്ട് പോയ കുഴിയാണ് വീഴുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് പിന്നോട്ടടിച്ച് മുന്നോട്ടടിച്ച് പിന്നോട്ടടിച്ച് മുന്നോട്ടടിച്ച് ഒരു കാറിനെ തിരിച്ചെടുത്ത് പോവാൻ വേണ്ടിയുള്ള റിസ്ക് എടുക്കുന്നത് സെയിം ട്രെയിനിങ് നമ്മുടെ മനസ്സിനും നമ്മൾ കൊടുത്തേ പറ്റൂ. നെഗറ്റീവ് തോട്ട് വരുന്നുണ്ടെങ്കിൽ ഉടനെ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യൂ. ഒരു പ്രാവശ്യം ഒരു നെഗറ്റീവ് തോട്ട് വന്നുവെങ്കിൽ 3 പ്രാവശ്യം പോസിറ്റീവ് തോട്ട്സിനെ അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യും. മനസ്സിന് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ്, എനിക്ക് ഒരു കാര്യം കണ്ടപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം, ഉദാഹരണം പറഞ്ഞാൽ വണ്ടി എടുത്ത് പോകുന്ന കാര്യം തന്നെ വിചാരിച്ചോളൂ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഒരു ബൈക്ക് എടുത്ത് പുറത്ത് പോയിരിക്കുന്നു. ആ അമ്മ പറഞ്ഞ കോട്ടി ഞാൻ വീണ്ടും എടുക്കുകയാണ്. അവർ തിരിച്ചു വരുന്നത് വരെ അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും ആ തോട്ടുണ്ടാവുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഭഗവാനെ എൻ്റെ കുട്ടിക്കൊന്നും വരുത്തരുത്, കൊണ്ടുവരണമെന്ന്. മറിച്ച് ചിന്തിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? അവർ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞ ശേഷം ചിരിച്ച് സന്തോഷിച്ചുല്ലാസത്തോടു കൂടി കയറി വരുന്ന ഈ ഒരു തോട്ട്, അപകടം ഉണ്ടാവുന്നൊരു തോട്ട് വന്നാൽ ഉടനെ തന്നെ 9 പ്രാവശ്യം, മിനിമം 3 പ്രാവശ്യമെങ്കിലും അവർ സന്തോഷമായിട്ട് ബൈക്ക് ഓടിച്ച് തിരിച്ചു വന്നിട്ട് അമ്മേ എന്ന് വിളിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടു നോക്ക്. സന്തോഷത്തോടെ എനിക്ക് വിശക്കുന്നു അമ്മേ എന്ന് വിളിക്കുന്ന ഒരു വിളിയൊന്ന് കേട്ടു നോക്ക്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. 1 അല്ല 2 അല്ല 3 അല്ല, പറ്റുമെങ്കിൽ 9 തവണ, അല്ലെങ്കിൽ മിനിമം 3 തവണ അത് റിപ്പീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ എനർജിയുടെ നെഗറ്റീവ് തോട്ടിൻ്റെ പ്രഭാവം അങ്ങ് കുറയാൻ തുടങ്ങും. ഇതൊരു സ്ഥിരം ശീലാക്കി കഴിയുമ്പോൾ ഈ നെഗറ്റീവ് തോട്ട് വരാതാവും, പോസിറ്റീവ് തോട്ട് ആക്റ്റീവ് ആവും. ഇങ്ങനെ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രെയിനിങ്ങിലൂടെ മനസ്സിനെ നമുക്ക് പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റാൻ പറ്റും. ഇത് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, പ്രയറിലേക്ക്, മനസ്സിനെ പ്രാർത്ഥനയിലേക്ക് മാറ്റുക. ഇനി നല്ല ഒരു കാര്യം ഉണ്ടാവുന്നേക്കാൾ മുന്നൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നടന്നില്ലെങ്കിൽ എന്താവും എന്നുള്ള പേടി പലർക്കും ഉണ്ടാവും. ആ പേടിയെ അതിജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ അങ്ങ് മുഴുകണം. പ്രാർത്ഥനയുടെ ശക്തി എന്ന് വെച്ചാൽ അർത്ഥം, ഭഗവാനെ ആ കാര്യം എനിക്ക് ചെയ്തു തരുമോ, ഈ കാര്യം എനിക്ക് ചെയ്തു തരണേ, അങ്ങനെ വേണേ, ഇതങ്ങനെ ആവരുതേ, ഇങ്ങനെ ആക്കിത്തരണേ അല്ല. എന്താണോ വേണ്ടത് ആ കാര്യത്തെ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ച ശേഷം ഭഗവാൻ എന്നതായിട്ടുള്ള ശക്തി, ഗുണം അത് സ്വീകരിച്ച് ആ വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരമായിട്ട് അത് പോസിറ്റീവായി നടന്നതായിട്ട് കണ്ടുകൊണ്ട് ആ പോസിറ്റീവ് എനർജി വൈബ്രേറ്റ് ചെയ്യൂ. ഇനി സപ്പോസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കൂ. ആ പരമമായ ചൈതന്യം, ആ പരമമായിരിക്കുന്ന ശക്തി എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചപ്പോൾ ആ പ്രകാശം വന്നു,
എൻ്റെ തലയുടെ മുകളിൽ നിൽക്കുകയാണ്. അവിടെ നിന്നുള്ള പ്രകാശകിരണങ്ങൾ എന്നിലേക്ക് ഒഴുകി വരികയാണ്. ഈ ഭ്രൂമധ്യത്തിൽ നിന്ന്, മൂന്നാമത്തെ നേത്രത്തിൽ നിന്ന് പ്രകാശകിരണങ്ങളായിക്കൊണ്ട് സ്പ്രെഡായി പരന്ന് ആ കാര്യം എന്താണോ ആ കാര്യത്തിൽ പോയിട്ട് അതിൻ്റെ ഏറ്റവും മാക്സിമം ഫ്രൂട്ട്ഫുള്ളായിരിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പരീക്ഷ എഴുതാൻ പോയ ഒരു കുട്ടി എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല മാർക്ക് അവൻ പ്രതീക്ഷിക്കുന്ന എന്താണ്? ആ മാർക്ക് കിട്ടി പുറത്തു വരുന്ന ദൃശ്യത്തിലേക്ക് പോയിട്ട് ഈ റൈസ് ഇങ്ങനെ പോയി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, അവിടെ നിന്ന് വരികയാണ്. പല അമ്മമാരും ചോദിക്കും, മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എൻ്റെ മോളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എൻ്റെ കുട്ടിയുടെ പെരുമാറ്റത്തെ മാറ്റാൻ വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും അമ്മമാർക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ ടെക്നിക്കാണ്. ആ പരമചൈതന്യം നമ്മളിലേക്ക് ഒഴുകി വരുന്നു. അവിടെ നിന്ന് വൈബ്രേഷൻ ഈ പ്രകാശകിരണങ്ങളായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറയാന്ന് വിചാരിക്കൂ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിൽ, സങ്കല്പത്തിൽ, ഊർജത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ കാര്യത്തിലേക്ക് ആ ഊർജം ഒരു പ്രകാശകിരണങ്ങളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതായിട്ടും. ഒന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ, ഒരു ടോർച്ച് ലൈറ്റ് നിങ്ങൾ അടിക്കുമ്പോൾ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ആയിട്ടാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ലൈറ്റ് ചുറ്റും സ്പ്രെഡ് ആവാറുണ്ട് അല്ലെ? ആ റൂമിൽ മുഴുവൻ ഒരു ചെറിയ പ്രകാശമെങ്കിലും പരക്കും. അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നിടത്ത് മാക്സിമം പ്രകാശം ഉണ്ടാവും. ഇൻ ദ സെയിം വേ നമ്മളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ പോസിറ്റീവായിട്ടുള്ള എനർജീനെ നിരന്തരമായിട്ട് കൊടുക്കുമ്പോൾ ഫീൽ ചെയ്യുക. ആ ലൈറ്റ് റേസ് പോയിട്ട് ആ കാര്യം എന്താണോ അതിൽ പോയിട്ട് ടച്ച് ചെയ്യുന്നു, അതിനെ ദ ബെസ്റ്റ് ആയിരുന്ന ഫ്രൂട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻ ദ സെയിം വേ ആ വൈബ്രേഷൻ, ആ എനർജി മുഴുവൻ ലോകത്തിനും അത്തരത്തിലായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഊർജ്ജമായിട്ട് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പ്രകാശമായിട്ട് നിങ്ങളിൽ നിന്ന് ആ കാര്യത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടുകൊണ്ടേയിരിക്കൂ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഭയം എന്ന സാധനം തുടച്ചു മാറ്റപ്പെടും. ആ തുടച്ചു മാറ്റപ്പെടുന്നതോട് കൂടിയിട്ട് ഉള്ളിനുള്ളിൽ നിന്ന് ശക്തി വരാൻ തുടങ്ങും. ആ കാര്യത്തെ ഇരട്ടി സഫലമായിക്കൊണ്ട് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ശക്തി നിങ്ങൾക്ക് വരാൻ തുടങ്ങും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത്തരത്തിലേക്ക് ആ മെഡിറ്റേഷനിലേക്ക് മുഴുകാൻ സമയത്ത് മനസ്സിൽ ചിന്തകൾ വേറൊന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് റെഗുലർ ആയിരിക്കുന്ന മെഡിറ്റേഷൻ്റെ പ്രാക്ടീസ് അത് ആവശ്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ മാത്രം ഒരാൾ അവനവന്, ഇപ്പോൾ നോക്കൂ, ഹെൽത്തിന് ഒരാൾക്ക് കൊറോണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി വന്ന ശേഷം റെസിസ്റ്റൻസ് പവർ വർദ്ധിപ്പിക്കണം എന്ന് വെച്ചാൽ, പ്രതിരോധ ശേഷിനെ കൂട്ടണം എന്ന് വിചാരിച്ചാൽ ഇരട്ടി അവരെ ഒറ്റയ്ക്ക് ഇരുത്തേണ്ടി വരും, അവർക്ക് ഇരട്ടി സാധനം കൊടുക്കേണ്ടി വരും, മറ്റുള്ളവരെ ഹെൽപ്പ് കൊടുക്കേണ്ടി വരും, എന്നിട്ട് അവർ ഉദ്ധരിക്കേണ്ടി വരും. അതേസമയം നിരന്തരമായിട്ട് തൻ്റെ ശരീരത്തിലെ പ്രതിരോധ ശേഷിനെ 100% ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് പകർച്ചവ്യാധികൾ, കൊറോണ എന്നല്ല ഒരു പകർച്ചവ്യാധിയും വരുന്നില്ല. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മൾ പറയാറില്ലേ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ വേണ്ടതായിരിക്കുന്ന മെയിൻ ഫാക്ടറാണ് മെഡിറ്റേഷൻ. ദിവസവും കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുകയും തൻ്റെ സ്പിരിച്വൽ എംപവർമെൻറ്റിൽ 100% എനർജി കൊടുക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഊർജത്തെ കുറയ്ക്കാൻ ആർക്കും പറ്റില്ല. ഏതൊരു നെഗറ്റിവിറ്റിക്കും അവരുള്ളിലേക്ക് കയറി വരാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് നിരന്തരമായിട്ട് ആ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പവറിൻ്റെ കുറവ് കൊണ്ടാണ് സ്വാഭാവികമായ രീതിയിൽ നെഗറ്റീവ് ഫ്ലോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് റെഗുലർ മെഡിറ്റേഷൻ പ്രാക്ടീസ് അത് തന്നെയാണ് മനസ്സിനെ പവർഫുൾ ആക്കാനുള്ളതായിരിക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണോ വയ്യാത്തൊരാൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് പെട്ടെന്ന് മാറ്റില്ലേ, അതുപോലെ നിരന്തരം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ഈ ഇഞ്ചക്ഷൻ നിങ്ങളെ ഹൈലി പവർഫുൾ ആക്കി മാറ്റും. ആ മെഡിറ്റേഷൻ ഇരിക്കാൻ സമയത്ത് നമുക്ക് ഡിസ്റ്റർബൻസ് വന്നാലോ, ഡീപ്പ് ബ്രീത്തിങ് അത് സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങൾ കുറച്ച് സമയം, ഞാൻ ഡീപ്പ് ബ്രീത്തിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ തന്നെ ഇട്ടുണ്ട്, അതിൻ്റെ കുറേ നേട്ടങ്ങളെ കുറിച്ച്. ഇനി അത്രയൊന്നും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓർക്കാൻ പറ്റില്ലെങ്കിൽ പോലും നന്നായിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം പതുക്കെ അകത്തേക്ക് എടുത്ത് നിറയ്ക്കുക, ഉള്ളിൽ നമുക്ക് പറ്റുന്നത്ര സമയം പിടിച്ചു വെക്കുക, പതുക്കെ പുറത്തേക്ക് എല്ലാതും അയക്കുക. ആ അകത്തേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യാന്നുള്ള ഫീലിൽ ആ ലൈറ്റ് എനർജീനെ ഉള്ളിലേക്ക് എടുക്കാൻ നോക്കണം. പുറത്ത് വിടുമ്പോൾ ഞാൻ എല്ലാ നെഗറ്റിവിറ്റിയും പുറത്ത് കളയുകയാണെന്നുള്ള ഫീലിൽ ആ ഒരു ശ്വാസത്തെ പുറത്തേക്ക് കളയുക. പതുക്കെ പതുക്കെ ആ ശ്വാസം അകത്ത് നിറയുന്നതും പുറത്തേക്ക് പോകുന്നതും മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് പ്രസൻറ്റിലേക്ക് യാത്ര ചെയ്യും, നിങ്ങളുടെ ശരീരത്തിലേക്ക് വരും. അവിടെ നിന്ന് പതുക്കെ ആത്മാവിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഇൻറ്റേർണൽ ബീയിങ് അഥവാ ആത്മശക്തിയിലേക്ക് ശ്രദ്ധ ഏകാഗ്രമാക്കി ഈശ്വരൻ്റെ കിരണങ്ങൾ നിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്കിതിനൊക്കെ അതിജീവിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം നമ്മുടെ ലൈഫിൻ്റെ പ്രിൻസിപ്പിളാക്കി മാറ്റണം നമ്മൾ, ഫോർഗെറ്റ് ആൻഡ് ഫോർഗിവ്. അത് മറക്കാനും പൊറുക്കാനും
പറ്റണം. മറക്കുക പൊറുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, എനിക്കറിയാം. ഒത്തിരി കുത്തി നോവിച്ച ഒരാളാണെങ്കിൽ നമ്മൾ പറയില്ലേ, ആഴത്തിൽ മുറിവാണെങ്കിൽ ആ മുറിവ് ഉണങ്ങണമെങ്കിൽ സമയമെടുക്കും. എനങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരും. അതുപോലെ ജീവിതത്തിലും മനസ്സിലേറ്റ ആഴത്തിൽ മുറിവുകളാണെങ്കിൽ പലപ്പോഴും അനങ്ങുമ്പോൾ അതിൽ നിന്ന് ദുഃഖത്തിൻ്റെ രക്തം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ ആ വന്നിട്ട് എനിക്ക് എന്താ നേട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വരിക തന്നെ ചെയ്യും. യെസ്, അതാണ് അവസ്ഥ. പക്ഷെ തിരിച്ചു ചോദിക്കേണ്ട കാര്യം, ഈ മുറിവിനെ ഉണങ്ങാതെ സൂക്ഷിച്ചിട്ട് എനിക്കതിലെന്താ ഒരു നേട്ടം കിട്ടാനുള്ളത്? നത്തിങ്, നഷ്ടം മാത്രം. കാരണം ഓർമ്മിക്കുക, നിങ്ങളുടെ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഫീലിംഗ് ദുഃഖത്തിൻ്റെ ആണെങ്കിൽ അട്രാക്ഷൻ ദുഃഖത്തിൻ്റെ ആയിരിക്കും. ഫീലിംഗ് വൈരാഗ്യത്തിൻ്റെ ആണെങ്കിൽ വരുന്നത് വൈരാഗ്യമായിരിക്കും. ഫീലിംഗ് വെറുപ്പിൻ്റെ ആണെങ്കിൽ വരുന്നത് വെറുപ്പായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഹാപ്പിനെസ് വേണോ, എനിക്ക് സന്തോഷം വേണോ, നിർബന്ധമായിട്ടും എനിക്ക് ഈ ഫീലിങ്ങിനെ ഒഴിവാക്കിയേ പറ്റൂ. അതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരോട് ക്ഷമിക്കുക. പോട്ടെ, എല്ലാ മനുഷ്യന്മാരാണ്. ഒരു കാര്യം ഒന്ന് സിമ്പിളായി ചിന്തിച്ചു നോക്കിയേ. വലിയ ഒരു പദവിയിലേക്ക് എത്തണമെങ്കിൽ അത്രയും വലിയ പരീക്ഷ പാസ്സാവണം. ഒരു SSLC കുട്ടിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ലെസൺസ് പാഠങ്ങളല്ല ഒരു IAS എക്സാം പാസ്സാവാൻ വേണ്ടത്. ആ എക്സാം എടുക്കുന്ന ടീച്ചേഴ്സിനോട് ആർക്കും ദേഷ്യം ഉണ്ടാവാറില്ല. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് പോകണോ, വലിയ കടത്തുകൾ കടക്കണം. ആ വലിയ കടത്ത് കടത്താൻ വേണ്ടി വരുന്ന, പരീക്ഷ എടുക്കാൻ വരുന്ന ടീച്ചേഴ്സാണ് ഇവരൊക്കെ ഒന്ന് വിചാരിക്കുക. അതോടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവരോടതായിട്ടുള്ള ആ ഒരു വെറുപ്പും ആ പ്രതികാരത്തിൻ്റെ ചിന്തയും മടുപ്പും ഒക്കെ മാറും. അങ്ങനെ അവരോട് ക്ഷമിച്ചേക്ക്. ഞാൻ ഈ പരീക്ഷ പാസ്സായി, എനിക്ക് പരീക്ഷ എടുക്കാമെന്ന ടീച്ചർക്ക് താങ്ക്സ്, കടക്കട്ടെ ഞാൻ ഇതിനെ എന്ന് സന്തോഷത്തോടെ വിചാരിക്കൂ. എന്നിട്ട് ആ കാര്യത്തിന് ഇനി നിങ്ങൾക്ക് വീണ്ടും അത് വന്നുകൊണ്ടിരിക്കാന്ന് വിചാരിക്കൂ. കണ്ണീരടക്കാൻ പറ്റുന്നില്ല, ഉള്ളിലെ വ്രണം അഥവാ മുറിവ് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുക, ഒരു തേർഡ് പേഴ്സൺ ആയിക്കൊണ്ട് ആ ദൃശ്യത്തെ ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ട ശേഷം ആ ഫീലിംഗ് പാർട്ട് എന്താണോ ആ ഫീലിംഗ് പാർട്ടിനെ ഒഴിവാക്കിയിട്ട് ഒരു ചിത്രം പോലെ ആദ്യം അതിന് വിത്ത് ഫീലിംഗ് കാണുക. അത് കഴിഞ്ഞ ശേഷം ആ ശബ്ദവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു തേർഡ് പേഴ്സണെ പോലെ കാണുക. അത് കഴിഞ്ഞ ശേഷം പതുക്കെ ആ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ബ്ലേർഡ് ആയിട്ട് പോകുന്നത് കാണുക. നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ കളറൊക്കെ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കാണില്ലേ, അതുപോലെ കാണുക. പതുക്കെ ഒരു TV സ്ക്രീൻ മാഞ്ഞു പോകും പോലെ ആ ചിത്രങ്ങളൊക്കെ മാറുന്നതായി കാണുക. പിന്നെ അതൊന്നുമില്ല, അത് അവിടെ വെറും ലൈറ്റ് മാത്രമായി കാണുക. എന്നിട്ട് ആ ലൈറ്റായി മാറി എൻ്റെ മനസ്സ് റിലാക്സ്ഡ് ആയി എന്ന് ഫീൽ ചെയ്യുക. ആദ്യം അതിൻ്റെ ഫുൾ ഡെപ്തിൽ കാണുക. അത് കഴിഞ്ഞ ശേഷം ആ ഫീലിംഗ് ഇല്ലാണ്ടായിട്ട് ശബ്ദം ഇല്ലാണ്ടാക്കി കാണുക. പിന്നെ ചിത്രം മാത്രമായി കാണുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ TV കാണില്ലേ, സൗണ്ട് ഇല്ലാണ്ടാക്കിയാൽ ചിത്രം കാണില്ല, അതുപോലെ കാണുക. പിന്നെ അത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. അത് കഴിഞ്ഞാൽ അതിനെ വെറും നിഴലുകളാക്കി മാറ്റുക. ആ ചിത്രങ്ങളൊക്കെ മാഞ്ഞ് വെറും രേഖകളാക്കുക. പിന്നെ അവിടെ ലൈറ്റ് ആക്കുക. ഈ രീതിയിൽ ഒരു 4 or 5 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അതിൻ്റെ ഡെപ്ത് നന്നായി കുറയാൻ തുടങ്ങും. ആ കുറയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈശ്വരന് കത്തെഴുതുക, മനസ്സിൻ്റെ ഭാരത്തെ ഇല്ലാതാക്കുക. ഇങ്ങനെ ക്ഷമിക്കാനും മറക്കാനും നമ്മൾ പഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ ഹാപ്പിനെസ്സിന് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഉള്ളിൽ ഹാപ്പിനെസ്സിന് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നെഗറ്റീവ് തോട്ട്സ് എന്നെ അറ്റാക്ക് ചെയ്യാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ഇതൊന്നും ചെയ്യുന്നത് അവരോട് ക്ഷമിക്കുന്ന അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അവരോട് ഞാൻ പൊറുക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. എൻ്റെ ലൈഫ് ഹാപ്പിയാക്കാൻ വേണ്ടി, എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി, എല്ലായ്പ്പോഴും പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഈ കൊച്ചു കാര്യങ്ങളാണ്. അത് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് എത്ര തന്നെ വലിയ കാര്യം ഉണ്ടാകുമ്പോഴും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആ ഊർജം നിങ്ങളുടെ ഉള്ളിൽ നിറയുകയും ചെയ്യും. അങ്ങനെ എല്ലാ നെഗറ്റീവിനെയും അതിജീവിച്ചുകൊണ്ട് ഓൾവേസ് പോസിറ്റീവ് ആയിക്കൊണ്ട് ഹാപ്പി ആയിക്കൊണ്ട് ബി ഹാപ്പി ബി ഹോളി ആയിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ Facebook, Twitter, Instagram പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.